അല്ല എല്ലാവരും ഇരിക്കുക. കോട്ടോളി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഇടവകയുടെ പുതിയ വികാരിയായിട്ട് സ്ഥാനമേൽക്കാൻ പോകുന്ന പ്രിയ ബഹുമാനപ്പെട്ട റാഫേൽ ഫ്രാൻസിസ് കൈതത്ര അച്ഛ, പ്രിയ ബഹുമാനപ്പെട്ട ജയജു എലിക്കലച്ച, പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ പങ്കെത്തച്ച, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൈതത്ര അച്ഛൻ 37 വർഷത്തെ വൈദിക ശുശ്രൂഷയുടെ പാരമ്പര്യവുമായി 3 വർഷത്തോളം അതിനല്പം അപ്പുറവും കരിപ്പാലം സൈക്രഡ് ഹാർട്ട് പള്ളിയിലെ ഇടവകയിലെ വികാരിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇന്ന് കോട്ടുപള്ളി ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവരുടെയും പേരിൽ ഈ ഇടവകയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു. ബഹുമാനപ്പെട്ട കൈത്തറച്ചൻ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. കോട്ടപ്പുറം ഫൊറൈന വികാരിയായും അരിപ്പാലം പള്ളിയുടെ വികാരിയായും ദീർഘമായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് അരിപ്പാലം ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി ജനങ്ങളോടൊത്ത് അവിടെ ജീവിക്കുകയും
ഏവർക്കും മാതൃകയായി തൻ്റെ ദൈവദത്തമായ ശുശ്രൂഷയുടെ മികവും കഴിവും അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും അങ്ങനെ അദ്ദേഹം പുതിയ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ഈ കോട്ടുവള്ളി ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നു. അച്ഛൻ ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. കോട്ടുവള്ളിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മനുഷ്യരാണ് കോട്ടുവള്ളിക്കാർ. ഞാൻ കോട്ടുവള്ളിക്കാരനായതുകൊണ്ട് പറയുന്നതല്ല, വൈദികരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, വൈദികരോടൊപ്പം നിൽക്കുന്ന, അത്ര സഹകരണം നൽകുന്ന ഒരു ഇടവകയാണ് കോട്ടുവള്ളി. ഇവിടെ അച്ഛൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഇവിടെ ആത്മീയമായ ഇവരുടെ വളർച്ചയും ആത്മീയമായ തലത്തിലേക്ക് നയിക്കാനും ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കും. അച്ഛന് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹിക്കുവാനുള്ള കഴിവും സഹജീവനോടുള്ള ആർദ്രതയും സ്നേഹവും വിഷമിക്കുന്നവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവും അവരെ സഹായിക്കുവാനുള്ള മനസ്ഥിതിയുമല്ല അച്ഛനുണ്ട്. അപ്പോൾ അച്ഛന് ആയിരിക്കുന്ന ഈ പുതിയ അച്ഛൻ്റെ ശുശ്രൂഷ രംഗത്ത് ഏറെ നന്നായി പ്രവർത്തിക്കാൻ അച്ഛന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും അച്ഛന് ഈ അവസരത്തിൽ നേടുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ഇന്നലെ അദ്ദേഹം ചാർജ് എടുത്ത് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലെ റെക്ടറായി. ജയജോത്സവൻ ഇവിടെ 3 കൊല്ലവും 4 മാസവും ശുശ്രൂഷ ചെയ്തു. അതിമനോഹരമായ ദേവാലയം നിർമ്മിച്ചു. അതിനോടനുബന്ധമായ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. അതുപോലെ തന്നെ ഈ ഇടവകയെ കെട്ടിപ്പടുക്കുന്നതിനും ഇവിടുത്തെ ഇടവക സമൂഹത്തെ സ്നേഹത്താൽ നന്മയാൽ പരിപോഷിപ്പിക്കുന്നതിനും അച്ഛൻ അശാന്തം പരിശ്രമിച്ചു. അച്ഛന് എല്ലാവരുടെയും പേരിൽ സ്നേഹോഷ്മളമായ നന്ദിയും അച്ഛനെ ഞങ്ങളെന്നും ഓർക്കും പ്രാർത്ഥിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. പുതിയ സ്ഥലത്ത് അച്ഛന് പള്ളിപ്പുറത്ത് ഒത്തിരിയേറെ പ്രവർത്തന മേഖലകളുണ്ട്. അവിടെയെല്ലാം നന്നായിട്ട് ചെയ്യാനും പ്രവർത്തിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പുതിയ വികാരി അച്ഛൻ സത്യപ്രതിജ്ഞ ചൊല്ലുന്നു, സ്ഥാനമേൽക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിന് പള്ളിയുടെയും സക്രാരിയുടെയും താക്കോലുകൾ നൽകപ്പെടുന്നു. തുടർന്ന് പരിശുദ്ധ ഖുർആനയുടെ ആശീർവാദം അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തും. അതിനുശേഷം പുതിയ വികാരി അച്ഛൻ നമ്മോട് സംസാരിക്കും. അതിനുശേഷം ഇവിടുന്ന് മാറിപ്പോകുന്ന വികാരി അച്ഛൻ ജയജോത്സവൻ നമ്മോട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞ. ഞാൻ ഫാദർ ഫ്രാൻസിസ് റാഫേൽ കൈതത്തറ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും പൊതുവായും പ്രത്യേകമായും ഉറപ്പായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അതായത്, ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ്
പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടൻ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവന്റെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി അവലോകനം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളതോ തന്റെ പ്രബോധന അധികാരം ഉപയോഗിച്ച് ഉറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതോ ആയ എല്ലാ സത്യങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സഭയാകുന്ന രഹസ്യത്തെയും കൂദാശകളെയും ദിവ്യബലിയെയും റോമാ മാർപ്പാപ്പയുടെ പരമാധികാരത്തെയും സംബന്ധിച്ച പഠനങ്ങളും സഭ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ ഞാൻ അംഗീകരിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്യുന്നു. കോട്ടുപള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ വികാരിയായി നിയമിതനായ ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ ദൈവത്തിന്റെ അനുഗ്രഹത്താലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയാലും ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സഹായത്താലും വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൂടി നിർവഹിക്കാമെന്നും വിശുദ്ധ കാനോൻ നിയമം അനുശാസിക്കുന്നതും രൂപതയിൽ നിലവിലുള്ളതുമായ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ ദൈവവും ഈ വിശുദ്ധ ഗ്രന്ഥവും എന്നെ സഹായിക്കട്ടെ. ഇപ്പോൾ പള്ളിയുടെയും സക്രാരിയുടെയും താക്കോലുകൾ പുതിയ വികാരിയച്ഛന് നൽകുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോതിരത്ത് ഫൊറോന വികാരി, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് കോളിക്കലച്ച, ഈടോഗയുടെ വികാരിയായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജയിജു ലനിക്കലച്ച, പ്രിയ ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അരിപ്പാലം ഇടവക വികാരിയായി ചാർജ് എടുത്തിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ അഭ്യർത്ഥിച്ച 36 വർഷം മുമ്പ് ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ പള്ളിയിൽ വന്നത് ഒരു പ്രദക്ഷിണം നയിക്കാനാണ്. അന്ന് സിമേന്ത്യച്ചനായിരുന്നു വികാരി.
ഏതാണ്ട് 2.5 മണിക്കൂറോളം പിടിക്കും ചെറിയ പള്ളി കപ്പേളയിലേക്ക് ഒരു പ്രദർശനം കഴിഞ്ഞിട്ട് അന്നത്തെ പള്ളിപ്പുറം വികാരി അച്ഛനായ വർഗീസ് വളവന്തലച്ചനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് വികാരിച്ച, ഇനി ആ പള്ളിയിലേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിട്ടേക്കല്ലേ എന്ന്. പക്ഷെ പിന്നീട് പല പ്രാവശ്യം ഞാൻ ഈ പള്ളിയിൽ അപ്പോഴെല്ലാം ആദ്യത്തെ ചിന്താഗതിയല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, ഞാൻ എന്തെങ്കിലും ഈ അൾത്താരിൽ വികാരിയായിട്ട് ബലിയർപ്പിക്കുമെന്ന്. അതിന്ന് തമ്പുരാൻ സാധിച്ചു തന്നിരിക്കുകയാണ്. ഇതൊരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ട്രാൻസ്ഫറും എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവനിയോഗമായിരുന്നു. അരിപ്പാലത്തായാലും വെറ്റിലപ്പാറയിലായാലും തുരുത്തൂരായാലും ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഇടവകയും എനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും തന്നിരുന്നു. ഓരോ ഇടവകയിൽ നിന്ന് ചാർജ് വഴി പോകുമ്പോഴും ഒരിക്കലും എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ആദ്യത്തെ പള്ളി ഞാൻ ഓർക്കുന്നു, കലൂര് സെൻറ്റ് സേവ്യർ പള്ളിയാണ് എങ്കിലും മൊബൈൽ സെൻ്ററാണ് അവിടെ നിന്ന് മാറ്റം കിട്ടിയത് പള്ളിപ്പുറം പള്ളിയിലെ അസ്തേന്തിയായിട്ടാണ്. എന്നോട് ഈ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് അരിപ്പാൽക്കാർ ചോദിച്ചു, അച്ഛന് വിഷവും വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞ ഉത്തരം, എനിക്കൊരു വിഷമവും. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തോടു കൂടെയാണ് വന്നിരിക്കുന്നത്. കോട്ടുവള്ളി പള്ളിയെക്കുറിച്ച് ഇടവകക്കാരനും കൂടിയായ പൊളവൻ വിചാരിച്ച് പറഞ്ഞു, കോട്ടുവള്ളി ഇടവക നല്ലൊരു ഇടവകയാണ്, നല്ല ഇടവക്കാരൻ. ഞാനത് കൂട്ടി പറയുന്നു, കോട്ടപ്പുറം രൂപതയിലെ 2-3 പള്ളികളിൽ വെച്ച് നല്ല ഒരു ഇടവകയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ വികാരിയായിട്ട് തീട്ടൂരം നൽകിയപ്പോൾ മനസ്സിൽ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. നിങ്ങളെല്ലാം നല്ല മക്കളാണ്. അച്ഛൻ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. അച്ഛന്മാരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നല്ല ഇടവ മക്കളാണ്. നിങ്ങളെ നയിക്കുവാനായിട്ട് എന്നെ തമ്പുരാൻ നിയോഗിച്ചതിന് ഞാൻ ആദ്യമായിട്ട് തമ്പുരാൻ നന്ദി പറയുകയാണ്. ഇവിടെ മരുസെന്നാരിലും വെറ്റിസെന്നാരിലും പഠിക്കുമ്പോൾ എന്നോടൊപ്പം പഠിച്ചവർ പലരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജൊക്കെ വന്നിരുന്നു, ദുബായിൽ മറ്റും ഇടവക്കാർ. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്കറിയാം. നിങ്ങളെല്ലാവരെയും എനിക്കറിയില്ല, പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. തമ്പുരാൻ നിയോഗിച്ച എൻ്റെ ദൗത്യം നിങ്ങളെ നയിക്കുക എന്നതാണ്. തീർച്ചയായിട്ടും നമുക്കൊത്തൊരുമിച്ച് ഈ പള്ളിയെപ്പറ്റി ഈ രൂപതയ്ക്ക് പുറത്തുമെല്ലാമുള്ള അവർക്കുള്ള കാഴ്ചപ്പാട് ഒന്നുകൂടെ വളർത്തുന്ന തരത്തിൽ നമ്മൾ ഒരുമിച്ച് പോകാനായിട്ട് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ആ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കഴിവുകളും സാധ്യതകളും ഒന്നുമില്ലാത്തൊരച്ഛനാണ് ഞാൻ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനും അതുപോലെ അച്ഛന്മാരെയും എല്ലാം വഴി നടത്തുക, ശക്തിപ്പെടുത്തുക. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ പ്രാർത്ഥന യാചനയോടുകൂടെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് എനിക്ക് ഈ പള്ളിയുടെ അധികാരം ഏൽപ്പിച്ചു തന്ന അഭിവന്ദ പിതാവിന് ആദ്യം നന്ദി പറയുന്നു. ഇന്ന് ഈ ദൗത്യം ഏറ്റെടുത്ത്
എന്നെ ഈ പള്ളിയുടെ വികാരിയായിട്ട് ചാർജ് തന്ന വലിയ ബഹുമാനപ്പെട്ട തോമസ് കോളരിക്കച്ചന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളെ ഇത്രയും കാലം സ്നേഹവും കരുതലും എല്ലാം തന്ന് വളർത്തി ഇന്ന് പള്ളിപ്പുറം ബസിലിക്ക ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന നിങ്ങളുടെ മുൻ വികാരി ജയ്ജോച്ചന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ വളരെയധികം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കയില്ല എങ്കിലും കുറച്ചു പേരെങ്കിലും അവരുടെ പ്രതിനിധികളായിട്ട് ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും CSST കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, അവിടെ ഇപ്പോൾ വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ജോൺസൺ ഭാഗ്യത്തച്ഛൻ, യുവാക്കൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, 2 കൈക്കാരന്മാർ, അവർക്കെല്ലാവർക്കും തന്നെ ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദിയും കടപ്പാടും ഒതുക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടെ തന്നെ നന്ദി പറയുന്നു. ഇവിടെ ഈ കർമ്മത്തിൽ പങ്കുചേരാനായിട്ട്, ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ ശുശ്രൂഷയ്ക്കുമെല്ലാം ഒത്തിരിയേറെ സഹായിക്കുന്ന സിസ്റ്റേഴ്സാണെന്ന്, അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് കെയർ ചെയ്യുന്നവരാണ്. ഇന്ന് അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ഈ ഇടവകയിലെ എല്ലാ 3 കൈക്കാരന്മാർക്കും, പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും, ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും, സംഘടനാ ഭാരവാഹികൾക്കും എല്ലാം പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് പാടിയ ഇവിടുത്തെ ഗായക സംഘത്തിലെ എല്ലാവർക്കും, അത് ചിലരൊക്കെ എനിക്കറിയാം, അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചിട്ടത് മറന്നുകൊണ്ട് ഞാൻ എല്ലാവർക്കും തന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു, നിർത്തുന്നു. ഇനി വ്യക്തിപരമായിട്ട് പിന്നീട് പുറത്തു വെച്ച് കാണാവുന്നതാണ്. ഗോത്രത്ത് ഫെറോനയുടെ വികാരി, ഈ ഇടവാകം കൂടെയായ വലിയ ബഹുമാനപ്പെട്ട തോമസ് കോളരിക്കലച്ച, കൊട്ടുവള്ളി ഇടവകയുടെ വികാരിയച്ചൻ, സ്നേഹബഹുമാനപ്പെട്ട ഫ്രാൻസിസ് റാഫേൽ കൈതത്തറച്ച, ഹരിപ്പാലം പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോൺസൺ പങ്കിയത്തച്ച, സെഷൻ സഹോദര വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഹരിപ്പാലത്തിൽ നിന്നും അച്ഛനോടുള്ള സ്നേഹവുമായി ഇവിടെ വന്നു ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കോട്ടുവള്ളി ഇടവക അംഗങ്ങളെ, ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് റാഫേൽ കൈതത്തറച്ചന് ഏറെ സ്നേഹത്തോടെ ഈ ആലയത്തിലേക്ക് സ്വാഗതം. കോട്ടുവള്ളി ഒരു സ്നേഹ കൂടാരമാണ് എൻ്റെ അനുഭവത്തിൽ. അച്ഛൻ തൻ്റെ ആമുഖ സന്ദേശത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടു.
കൈതത്തറച്ച കോട്ടുപള്ളിക്കാര് പ്രാർത്ഥന മാത്രമല്ല, ചങ്ക് പറിച്ചു തരുന്നവരാണ് എല്ലാ അർത്ഥത്തിലും. അത്രയേറെ സ്നേഹസമ്പന്നരാണ് ഈ നാട്ടുകാർ. വീണ്ടും ഞാൻ ഈ നാടിനെ കോട്ടുപള്ളി കുടുംബം എന്നാണ് എല്ലായ്പ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. പല നോട്ടീസുകളിലും ഞാൻ അത് തന്നെയാണ് എഴുതി വയ്ക്കാറ്. കാരണം ഇവിടെ ഒരു കുടുംബ അന്തരീക്ഷമാണ്, ഇടവക കുടുംബ അന്തരീക്ഷം. ഈ കുടുംബത്തിലെ തന്നെ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ അച്ഛന് ചാർജ് തന്നത് വലിയ ദൈവ നിയോഗമായി ഞാൻ കാണുകയാണ്. അച്ഛന് ഈ നാട്ടിൽ വലിയ സന്തോഷമായിരിക്കും, ഒട്ടും തന്നെ പ്രയാസം ഉണ്ടാവുകയില്ല. നല്ല മനസ്സമാധാനവും സന്തോഷവും എല്ലാം അച്ഛനിവിടെ അനുഭവപ്പെടും. ഞാനത് ഉറപ്പ് തരികയാണ്. ഞാനും നല്ല ഇവിടെ ഇരുന്ന എല്ലാ വൈദികർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഏറെ സ്നേഹത്തോടെ അച്ഛന് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് റാഫേൽ കൈതത്തറച്ചന് ഞാൻ സ്നേഹവും പ്രാർത്ഥന മംഗളങ്ങളുമെല്ലാം ഈ അവസരത്തിൽ അറിയിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ട കോട്ടുപള്ളി ഇടവകാംഗങ്ങളെ, എനിക്ക് തന്ന അതേ സ്നേഹവും കരുതലും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ കൊടുക്കും എന്നറിയാം. എനിക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം. എൻ്റെ വികാരിയായിട്ട് ഒരു 2 വർഷങ്ങളായുള്ള ബന്ധമുണ്ട്. കോട്ടുപള്ളിക്കാരച്ഛനെ സ്നേഹിക്കും. അച്ഛൻ്റെ സ്നേഹവും കരുതലും നിങ്ങൾ മനസ്സിലാക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാ നന്മകളും ഈ നാടിൽ നേരുകയാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ നന്ദി പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദി പറയുകയാണ്. അച്ഛനെ ഇവിടെ ചാർജ് നൽകിയ കോളനിക്കച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം കൈതത്തറച്ചനെ ഇവിടേക്ക് സ്വീകരിച്ച പാരിഷ് കൗൺസിൽ, കേന്ദ്ര സമിതി പ്രവർത്തകരെയെല്ലാം, ഭാരവാഹികളെല്ലാം സ്നേഹത്തോടെ സ്മരിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പിന്നെ അരിപ്പാലക്കാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു, അച്ഛനെ ഈ നാട്ടിലേക്ക് നൽകിയതിന്. അതെല്ലാവരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്തിച്ചേർന്ന എല്ലാവർക്കും ഉള്ള ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്.